ഇത് കലക്കവെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇവിടെ അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ള ഒരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. ഇതാണ്. നമസ്കാരം. കുതിരവട്ടം പപ്പു ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഓർത്ത് പോകുന്നു. മനുഷ്യനായ കുറച്ച് ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ഈ പറഞ്ഞ രണ്ട് സാധനവുമില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം. ഞങ്ങളുടെ പിള്ളേരുടെ ദേഹത്ത് ചെളിവെള്ളം തെറിപ്പിക്കുന്നേ എന്ന് കരഞ്ഞുകൊണ്ട് പിണറായി വിജയൻ നിയമസഭയിൽ കുപ്പിയിലടച്ച കലക്കവെള്ളം പൊക്കി കാണിക്കുന്ന രംഗം ചിരിയാണ് ഉണർത്തുന്നത്. ആ രംഗം കണ്ടപ്പോൾ പണ്ട് മൈലെണ്ണ വിൽപ്പനക്കാരനായി ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞ ഡയലോഗ് BGM ആയി ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നും. കാട്ടിൽ വിളയാടി നടന്ന മയിലിനെ പിടിച്ചേ, ഊരറിയാമേ ഉലഹറിയാമേ, കണ്ടം തുണ്ടമായി വാറ്റിയെടുത്ത മെയിലെണ്ണൈ, മുർഹ ഇത് മയിലെണ്ണൈ. സമരക്കാരിലൊരുത്തൻ റോഡിൽ നിന്നും കോരിയെടുത്ത് കുപ്പിയിലാക്കിയ വെള്ളമായിരുന്നു അത്. റോഡിൽ കലക്കവെള്ളമല്ലാതെ പിന്നെ കുലിക്ക് സർബത്ത് കിട്ടുമോ പിണറായി വിജയൻ സാറേ? ഇത് കലക്കവെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇവിടെ ഭരണം മാറിയിട്ട് 10-35 ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് എത്രയെത്ര സമരങ്ങൾ ഇപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞു. എത്രമാത്രം വെള്ളമാണ് ഈ DYFIക്കാരനും SFIക്കാരനും അടിച്ചു നനച്ച് കുളിക്കാനായി ജലപീരങ്കിയിൽ നിന്നും ഒഴിച്ചു കൊടുത്തത്. കഴിഞ്ഞ 5-10 വർഷമായിട്ട് കുളിയും നനയും തേവാരും ഒന്നുമില്ലായിരുന്നു. DYFIക്കും SFIക്കും ഇങ്ങനെ വെള്ളം ചീറ്റി കൊടുക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. അവർ ആൺപെൺ വ്യത്യാസമില്ലാതെ എന്തൊരു ഒരുമയോടെ കെട്ടിപ്പുണർന്നുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത്. ആ ചീറ്റൽ അവരെ ആസ്വദിക്കുകയാണ്. പക്ഷേ CPIക്കാരൻ്റെ ചെറു സംഘടനയായ AIYFകാർക്ക് അല്പം വെള്ളം ദേഹത്ത് വീണപ്പോഴേക്കും വിപ്ലവ വീര്യമെല്ലാം കെട്ടടങ്ങിപ്പോയി. അവരങ്ങ് അലിഞ്ഞ് ഇല്ലാതായ പോലെ. എത്രയോ കാലത്തിന് ശേഷമാണ് P രാജനൊക്കെ ഒന്ന് നനഞ്ഞു കുളിക്കുന്നത്. കുറച്ച് ചെളിവെള്ളം ദേഹത്ത് വീണപ്പോഴേക്കും രാജൻ എന്തൊരു വികാരാവേശത്തിലാണ് പ്രസംഗിച്ചത്. പിന്നെ മുണ്ടും മടക്കിക്കുത്തി തെക്കോട്ടും വടക്കോട്ടും ഒരു നടപ്പായിരുന്നു. ആ നടപ്പ് കണ്ടാൽ നടി അന്ന രാജൻ നടക്കുന്ന പോലെയാണ് തോന്നിയത്. വെള്ളം ദേഹത്ത് വീണപ്പോൾ ചൊറിച്ചിലുണ്ടായെന്നും നീറ്റൽ വന്നെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് റോഡിൽ കിടന്ന കുറെ ചെളിവെള്ളം കുപ്പിയിലാക്കി രാജൻ അങ്ങ് കൊണ്ടുപോയി. അത് നേരെ പിണറായി വിജയൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അദ്ദേഹം അത് നിയമസഭയിൽ അങ്ങ് പൊക്കി കാണിച്ചു. റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മലിനജലമല്ലാതെ ഗംഗാജലമാകാൻ ഒരു നിവൃത്തിയുമില്ല. ജലപീരങ്കിയിൽ നിന്നും ഇത്ര ഫോഴ്സിൽ വരുന്ന വെള്ളം എങ്ങനെയാണ് കുപ്പിയിൽ പിടിച്ചതെന്ന സംശയം ആദ്യമേ ഉണ്ടായിരുന്നു. എന്തായാലും കലക്കവെള്ളം പൊക്കി കാണിച്ച പിണറായി വിജയൻ ശരിക്കും നാണം കെട്ടു. കഴിഞ്ഞ സർക്കാർ നിറച്ചിട്ടിരുന്ന വെള്ളം അടിച്ചു തീരുന്നതേ ഉള്ളൂ. ജലപീരങ്കിയുടെ അടിയിൽ പറ്റിക്കിടക്കുന്ന ചെളിവെള്ളം ഇനി കിണർ കോരി ഇറക്കും പോലെ കോരി ഇറച്ച് കളയണം. എന്നിട്ട് വേണം സതീശൻ്റെ കാലത്തെ പുതിയ വെള്ളം നിറയ്ക്കാൻ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷവും നിങ്ങൾ സമരക്കാരുടെ ദേഹത്ത് ചീറ്റിച്ചു കൊണ്ടിരുന്നത് മിനറൽ വാട്ടറിൽ റോസ് വാട്ടർ കൂടി കലർത്തിയായിരുന്നല്ലോ. അപ്പോൾ പിണറായി വിജയന് തെളിവ് കണ്ടെത്താനും അതുമായി സഭയിൽ വരാനും ഒക്കെ അറിയാം. അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ പോലീസ് തല്ലിച്ചതച്ചെന്ന് പറഞ്ഞുകൊണ്ട് ചോര പുരണ്ട ഒരു ഷർട്ടും പൊക്കിക്കൊണ്ട് വന്ന് നിയമസഭയിലൊന്ന് ഷൈനിയിട്ട് പോയതാണ്. ആ ഷർട്ടിൽ പറ്റിയ ചോര ആരുടേതാണെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. സത്യത്തിൽ പിണറായി വിജയൻ ഇത്രയൊക്കെ ഉള്ളൂ. സഭയിലൊരു 4 കീറ് കടലാസിൽ തീരുന്ന കാര്യമേ ഉള്ളൂ. വെറുതെയാണോ പണ്ട് സ്വപ്ന സുരേഷ് പറഞ്ഞത്, ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുത്ത് ഒപ്പിടാൻ പറഞ്ഞാൽ അതിലും ഒപ്പിടുന്ന മണ്ടനാണ് പിണറായി വിജയനെന്ന്. PR വർക്കുകാർ പോലും പൈങ്കിളിക്കപ്പ് എടുത്ത് കൊടുത്തിട്ട് കടിക്കാൻ പറഞ്ഞാൽ കടിക്കും. ഒരു പോഡ്കാസ്റ്റുകാരൻ പിണറായി വിജയനോട് പറഞ്ഞു, കേറി വാ മക്കളെ എന്ന് പറഞ്ഞാൽ സാറ് വൈറലാകും. പാവം അതുപോലെ പറഞ്ഞു, കേറി വാടാ മക്കളെ. പ്രഭാവർമ്മ വല്ല ശ്ലോകം എഴുതി കൊടുത്താൽ അത് കാണാപ്പാടം പഠിച്ചു പറയും. മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് കയ്യിൽ നിന്നിട്ട് കാച്ചുന്നതെല്ലാം അവസാനം പുലിവാലാവുകയും ചെയ്യും. മലിനജലം ഒഴുകുന്ന ഏതോ തോട്ടിൽ നിന്നാണ് ഈ ജലം സംഭരിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. കുഞ്ഞിൻ്റെ ദാഹം മാറ്റാനായി അള്ളാഹു നൽകിയ അനുഗ്രഹീത നീരുറവയാണല്ലോ സംസം കിണറ്റിലെ വെള്ളം. ഇനി അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വേണമോ ഈ തോന്യാസ സമരക്കാരെ കുളിപ്പിക്കാൻ? അതോ ശിവൻ്റെ തിരുജടയിൽ നിന്നും ഒഴുകി വരുന്ന ഗംഗാജലം നേരിട്ട് ശേഖരിച്ച് തളിച്ചു കൊടുക്കണോ? പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഗുണ്ടാസംഘം 10ലുമായി ഇറങ്ങി എത്രയോ ചെറുപ്പക്കാരുടെ തലയടിച്ചു പറിച്ചു. DYFIക്കാർ ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് സമരക്കാരെ നേരിട്ടു. അത്തരം ഒബ്ജക്റ്റുകൾ നിയമസഭയിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ പ്രദർശിപ്പിക്കാൻ? എന്തായാലും ആ വെള്ളം റോഡിൽ കെട്ടിക്കിടന്നത് കുപ്പിയിൽ ശേഖരിച്ചതാണെന്ന് ജനത്തിന് ബോധ്യമായി. അതോടെ ജലപീരങ്കി ഇല്ലാതെ തന്നെ പിണറായി വിജയൻ ശരിക്കും നനഞ്ഞ കോഴിയായി. അങ്ങയെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല ഇനിയുള്ള ദിവസങ്ങൾ. ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിച്ചും പറയാൻ പറയുന്നത് പറഞ്ഞും കയ്യിൽ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ പൊക്കിക്കാണിച്ചും മരപ്പാവയായി പ്രതിപക്ഷത്തെ നയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.
എന്തെല്ലാം അനാവശ്യ സമരങ്ങളാണ് ഇവർ ഓരോ ദിവസവും നടത്തിക്കൂട്ടുന്നത്. റോഡിലെ വെള്ളം കലങ്ങിക്കിടന്നാൽ സമരം, PM ശ്രീയിൽ പോയി ഒപ്പുവെച്ചിട്ട് ഭരണം പോയപ്പോൾ അതിനെതിരെ സമരം, മാസപ്പടിക്കാരിയെ ഈടി ചോദ്യം ചെയ്യാൻ വന്നാൽ സമരം, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചാൽ സമരം, സൗജന്യ ബസ് യാത്ര അനുവദിച്ചാൽ സമരം. ഞങ്ങളുള്ളപ്പോൾ നിങ്ങളങ്ങനെ ജനങ്ങളുടെ പ്രീതി നേടേണ്ട എന്നാണ് ഭാവം. മറ്റുള്ളവർ ചെയ്യുന്ന നന്മകളെപ്പോലും ഭീകരമായി ചിത്രീകരിച്ച് ആനന്ദം കൊള്ളുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. ഇപ്പോൾ മുഖ്യമന്ത്രിയെ തെമ്മാടി എന്ന് വിളിച്ചുകൊണ്ടാണ് PM ശ്രീയെ ചോദ്യം ചെയ്യുന്നത്. പിണറായി വിജയൻ തലവഴി മുണ്ടിട്ട് രായ്ക്ക് രാമാനം പോയി ആ പദ്ധതിയിൽ ഒപ്പിട്ടു. അപ്പോൾ പുതച്ചു മൂടി കിടക്കുകയായിരുന്നു ഈ പാൽക്കുപ്പി സഖാക്കൾ. ഇപ്പോഴാണ് ഇവന്മാരൊക്കെ ഒന്ന് ഉണർന്നതും ഉശിരി കൊള്ളുന്നതും. ഭരണത്തിലിരുന്നപ്പോൾ ദുരിതാശ്വാസ നിധി വരെ വകമാറ്റിയ പുള്ളികളാണിത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ കാലത്ത് കഴിഞ്ഞ സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും കൈവച്ചുവെന്നാണ് CAG റിപ്പോർട്ട്. ട്രഷറിയിലേക്ക് മാറ്റിയത് 262 കോടി രൂപയാണ്. പ്രകൃതി ദുരന്തത്തിൽപ്പെടുന്നവർക്കടക്കം ദുരിതാശ്വാസം ലഭ്യമാക്കാൻ പൊതുജനങ്ങളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ഉൾപ്പെടെ പിരിച്ചെടുത്തതാണ് ദുരിതാശ്വാസ നിധി എന്നോർക്കണം. ഭരണത്തിലിരുന്നു കൊണ്ട് എന്തൊക്കെ അഴിമതികളും കയ്യിട്ടുവാരലുമാണ് നടത്തിയത് എന്ന് ആലോചിച്ച് നോക്കൂ. KSEBയുടെ നഷ്ടം നികത്താനുള്ള 494 കോടി എടുത്ത് വകമാറ്റി. വാട്ടർ അതോറിറ്റിയുടെ കുടിശ്ശിക തീർക്കാനുള്ള 719 കോടി എടുത്ത് ചമ്മാളിച്ചു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നെല്ല് സംഭരണ വില നൽകാനുള്ള 551 കോടി രൂപ എടുത്ത് വകമാറ്റി. ആ പുള്ളിയാണിപ്പോൾ കുറെ കലക്കവെള്ളവും പൊക്കിപ്പിടിച്ച നിയമസഭയിൽ വന്ന് ഡീ കടിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിരിച്ചെടുക്കാത്ത നികുതിയുടെ കണക്ക് കേട്ടാൽ ഞെട്ടും. 41,000 കോടി രൂപ. പരമപ്രതാപിയായ ഒരാൾ നാടുമുടിച്ച 10 വർഷങ്ങളാണല്ലോ കടന്നുപോയത്. ഇപ്പോൾ പുതിയ പേരുകളൊന്നും വാഴ്ത്തുപാട്ടുകാർ അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നില്ല. വർഗവഞ്ചകനായ G. സുധാകരനിട്ട പേരാണ് അവസാനം കിട്ടിയത്. ഏറ്റവും ബെസ്റ്റ് പേരാണത്, നനഞ്ഞ കോഴി.